അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കാവ്യയുടെയും കുടുംബത്തിൻ്റെയും ഞെട്ടൽ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് മരിച്ച ഇദ്ദേഹത്തെ എറണാകുളത്ത് വെണ്ണലയിലുള്ള വീട്ടിലെത്തിച്ചത് ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു. ഇന്ന് ശവസംസ്കാര ചടങ്ങുകൾ നടന്നു. ഇദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളെല്ലാം സ്വകാര്യമായിട്ടാണ് നടത്തിയത്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഇങ്ങനെയാണ്. കർമ്മികളെല്ലാം നേരെ വീട്ടിലേക്കെത്തി വീടിനുള്ളിൽ വെച്ചായിരുന്നു ചടങ്ങുകളെല്ലാം നടത്തിയത്. കാവ്യയുടെ സഹോദരനെ പോലും പുറത്തേക്ക് കണ്ടില്ല. കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ച് വീടിനുള്ളിൽ തന്നെ പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെയായി ആചാരങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു. സംസ്കരിക്കുന്നതിനായി ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് പോയതും മരുമകൻ ദിലീപ് മാത്രമായിരുന്നു. അവിടെയും അധിക നേരം ആരും തങ്ങിയില്ല. 10 മിനിറ്റിനുള്ളിൽ എല്ലാ ചടങ്ങുകളും തീർത്ത് ദിലീപും മറ്റു സുഹൃത്തുക്കളും നാട്ടുകാരും മടങ്ങുകയായിരുന്നു. എല്ലാ സംഭവങ്ങളും വളരെ ഒതുക്കത്തിൽ കുടുംബത്തിനുള്ളിൽ തന്നെ യാതൊരു പബ്ലിസിറ്റിയുമില്ലാതെ നടത്തി എന്ന് തന്നെ വേണം പറയാൻ. ഏറ്റവും അടുത്ത സിനിമാ സുഹൃത്തുക്കളെ മാത്രമേ വീടിനുള്ളിൽ കയറ്റിയിരുന്നുള്ളൂ. അവരെല്ലാവരും വന്ന് തിരികെ പോയതിന് ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ദിലീപിൻ്റെ വീട്ടുകാരും കാവ്യയുടെ സഹോദരൻ്റെ ഭാര്യയുടെ കുടുംബവും അമ്മ ശ്യാമളയുടെ വീട്ടുകാരും മാത്രമാണ് ചടങ്ങുകൾക്കുണ്ടായിരുന്നത്. അവസാനത്തെ പ്രാർത്ഥനയ്ക്കും ചടങ്ങുകൾക്ക് ശേഷം ശരീരം മുറ്റത്തേക്കിറക്കി ആംബുലൻസിലാണ് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങൾ പൂർണ്ണമായും പുറത്തു വരുന്നത്. ഇത് ആദ്യമായിട്ടല്ല മാധവേട്ടന് അറ്റാക്ക് വരുന്നത്. അറ്റാക്ക് മുന്നേ വന്നിരുന്നു. അപ്പോഴൊക്കെ ചെറിയ രീതിയിൽ ചികിത്സയും മെഡിസിനും ഒക്കെയായി രക്ഷപ്പെട്ടു. പക്ഷേ ഇത്തവണ വന്നപ്പോൾ അത് ഏറ്റവും ശക്തമായി തന്നെ ബാധിച്ചതിൻ്റെ ഭാഗമായാണ് മരണം സംഭവിച്ചത്. മഹാലക്ഷ്മിയുടെ അവധി ദിവസങ്ങളിലെല്ലാം ഇവർ കൊച്ചിയിലേക്ക് വരാറുണ്ട്. കഴിഞ്ഞ വ്യാഴം മുതൽ ഇവർ ചെന്നൈയിലാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച വരെ ഇവിടെയുണ്ടായിരുന്നു. വ്യാഴാഴ്ചയാണ് ഇവർ ചെന്നൈയിലേക്ക് പോയത്. മഹാലക്ഷ്മിയുടെ അവധി തീർന്നതിനാലാണ് ഇവരെല്ലാവരും ചെന്നൈയിലേക്ക് തിരികെ പോയത്. രാവിലെ നടക്കാൻ പോകുന്ന ശീലമുള്ള ഇദ്ദേഹം ചെന്നൈക്ക് പോകുന്ന അന്ന് രാവിലെ സെക്യൂരിറ്റി ഗാർഡിനെ കണ്ട് സംസാരിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു വയ്ക്കുന്നത്. സെക്യൂരിറ്റി ഗാർഡ് ഇദ്ദേഹത്തോട് ഇനി എപ്പോഴാണ് കൊച്ചിക്ക് എന്ന് ചോദിച്ചിരുന്നു. മഹാലക്ഷ്മിക്ക് അവധി കിട്ടട്ടെ, അപ്പോൾ നോക്കാമെന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മറുപടി. ഇനിയും വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് സ്പീഡിൽ നടന്നു പോകുന്ന മാധവേട്ടനെ സെക്യൂരിറ്റി ഇപ്പോഴും ഓർക്കുന്നു. മഹാലക്ഷ്മിയെ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇദ്ദേഹമാണ്. ചെന്നൈയിലെത്തി 3-ാം ദിവസമാണ് ഇദ്ദേഹത്തിൻ്റെ മരണവാർത്ത പുറത്തു വന്നത്. അപ്രതീക്ഷിതമായുണ്ടായ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ അതീവ ദുഃഖിതരാണ് കുടുംബാംഗങ്ങളെല്ലാവരും.